Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay. അപ്പോ ഇംഗ്ലീഷില് പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഞാൻ അഗൈൻ വീണ്ടും ചോദിക്കാണ്, ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ഈ ഫ്രൈഡേ, അതായത് എന്റെ ക്ലാസ് അല്ലെ, ഇംഗ്ലീഷ് ക്ലാസ് എന്നാണോ, സോറി തേഴ്സ്ഡേ എന്നൊക്കെ ഒരു നോർമലി ആസ് യൂഷ്വൽ 12:30 ആണ് ക്ലാസ് ടൈം. സോ നിങ്ങൾക്ക് ഒരു 12 വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമോ? കുഴപ്പമുണ്ടാവോ? കോൺടെക്സ്റ്റ് ക്ലാസ് വെക്കാം കേട്ടോ, കോൺടെക്സ്റ്റ് എടുക്കാം. സോ ഒരു 12 മണി ടു നമുക്ക് മിക്കവാറും ഒരു 1:30 വരെങ്കിലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഒരു 1.5 മണിക്കൂർ മാക്സിമം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം കോൺടെക്സ്റ്റ് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ ഇത്രയും പഠിച്ചു, ഇനി നമുക്ക് വേണ്ടതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ് അല്ലെ. നിങ്ങൾ ഓരോ വേർഡ്സ് അല്ലെ ഫെമിലിയറിൽ അറിയാവുന്നതോ നിങ്ങൾ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്നതുമായ എല്ലാ വേർഡ്സും മിസ്റ്റേക്ക് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നും തോന്നണ്ട, ശരിക്കും പറയുകയാണെങ്കിൽ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഏത് വേർഡ്സ് ആണെങ്കിൽ പോലും മിസ്റ്റേക്ക് ആണ് പറയുന്നത് കേട്ടോ. സോ അതുകൊണ്ട് മാക്സിമം വരുന്ന തേഴ്സ്ഡേ, അതായത് ഈ തേഴ്സ്ഡേ 12 നമുക്ക് ക്ലാസ് വെക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. 12 എല്ലാവരും ഓക്കെ അല്ലേ? 12:30 അല്ല, 12 ആണ്, മറക്കരുത്. ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് തേഴ്സ്ഡേ ജോയിൻ ചെയ്യാം. അപ്പൊ 12 to 1:30 വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇനി പറയാനുള്ളത്, ഇംഗ്ലീഷിൽ വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡെയിലി ലൈഫ് അല്ലെ, നമുക്ക് കുറച്ചുകൂടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് പറഞ്ഞു തരട്ടെ ഞാൻ. നമുക്ക് ഇംഗ്ലീഷ് ഇതുകൊണ്ടൊന്നും പോരാ കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഗ്രാമർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സംസാരിക്കണ്ടേ അല്ലെ, ഡെയിലി ലൈഫിൽ നമുക്ക് കുറച്ചെങ്കിലും വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് യൂസ് ചെയ്യണ്ടേ. അപ്പൊ അതിന് പറ്റി കുറച്ച് സെന്റൻസ് ഞാൻ ഈ ക്ലാസ്സിൽ തരാം. ഈ 1/2 മണിക്കൂർ ക്ലാസ് ഉണ്ടല്ലോ അല്ലെ, ആ ടൈമിൽ നമുക്ക് ആ നോട്ട്സ് എഴുതാം. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇനി വരുന്ന മൺഡേ അല്ലെ, നെക്സ്റ്റ് മൺഡേയും ഞാൻ ഇതുവരെ 1/2 മണിക്കൂർ വരും. അപ്പോഴും ഞാൻ ഈ നോട്ട്സ് തന്നെ തരാം കേട്ടോ. അങ്ങനെ 2 ക്ലാസ് എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട്ബുക്ക് എടുത്തോളൂ. ഒരു ക്ലാസ്സിന് കുറച്ച് തന്നായിരുന്നു അന്ന്. ഒരു ക്ലാസ്സിൽ അന്ന് കുറച്ച് തന്നായിരുന്നു. തന്നിരുന്നു. ഓക്കെ, അത് എവിടെ വരെ എഴുതിയെന്ന് പറയാമോ? എവിടെ വരെ എഴുതിയെന്ന് പറയൂ. Don't take any chances. ഇവിടെ വരെ ആണോ? പെട്ടെന്ന് പറയാമോ, സമയം കഴിഞ്ഞിട്ടോ. Don't be over ambitious. Don't be over ambitious. Yeah, correct. Yes, correct. Okay, continue ചെയ്യാവേ, എഴുതിക്കോളൂ കേട്ടോ. ഇതെല്ലാരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നോട്ട് എഴുതിയെടുത്താൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണേ. Let's make it today. Let's make it today. It doesn't sound sensible. It doesn't sound sensible. Meaning നമുക്ക് പിന്നെ എഴുതാം കേട്ടോ. ആദ്യം സെന്റൻസ് എഴുതാം. It doesn't sound sensible. Preserve your clean image. Preserve your clean image. We have to discuss it in detail. We have to discuss it in detail.
Be polite to others. Be polite to others. I can't express it in words. I can't express it in words. No information at all. No information at all. I didn't go there. I want to talk to you. I want to talk to you. Okay? Meaning എഴുതാട്ടോ. Let's make it today. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. Let's make it. ഈ let's എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ് കേട്ടോ. അതിന് ഫുൾ ഫോം അറിയോ നിങ്ങൾക്ക്? Let's means എന്താണ്? Let us ആണ് കേട്ടോ. Let us. Let usനെയാണ് let's എന്ന് പറയുന്നത്. Okay? Let us എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മീനിങ് ആണ് വരാം അല്ലെ? അപ്പോ let's make it today. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം എന്നാണ് പറയാ കേട്ടോ. Let's make it today. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. It doesn't sound sensible. It doesn't sound sensible. ഇത് കേട്ടിട്ട് ഒരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആ ജസ്റ്റ് ഒരു ഫ്രേസ് പോലെയാണ് കേട്ടോ. നമുക്ക് എന്റെ സെൻസ് കാണുമ്പോൾ എന്തെന്നാണ് മീൻ ചെയ്യുന്നത് അറിയാൻ പറ്റില്ല അല്ലെ? പക്ഷെ അതിന്റെ മീനിങ് ഇതാണ്. ഇത് കേട്ടിട്ട് നല്ല ബുദ്ധിപരമായ തീരുമാനമായിട്ട് തോന്നുന്നില്ല. It doesn't sound sensible. ഇത് കേട്ടിട്ട് ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. Next, preserve your clean image. നിങ്ങൾക്ക് സെൽഫിയിൽ കാത്തു സൂക്ഷിക്കുക. Preserve your clean image. സെൽഫിയിൽ കാത്തു സൂക്ഷിക്കുക. We have to discuss it in detail. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടതുണ്ട്. We have to discuss it in detail. Then be polite to others. അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് മീനിങ് എന്താ? മറ്റുള്ളവരോട് വിനയത്തോടു കൂടി പെരുമാറുക. Be polite to others. Be polite to others. മറ്റുള്ളവരോട് വിനയത്തോടു കൂടി പെരുമാറുക. Be polite to others. I can't express it in words. എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. I can't express it in words. Then no information at all. ഇതുവരെയും ഒരു എന്താണ് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, no informations at all. യാതൊരു വിവരവും ഇല്ല എന്ന് പറയാം. യാതൊരു വിവരവും ഇല്ല എന്ന് പറയാട്ടോ. യാതൊരു വിവരവും ഇല്ല. No information at all. I didn't go there. Sorry, the go ആണ്. Spelling mistake ഉണ്ട്. It's not ho, it's go, go. I didn't go there. നിങ്ങൾ പറയുന്നത് go എന്നല്ലേ അല്ലേ? നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? ഗോ എന്നല്ലേ? ഗോ ആൻഡ് നോ. പക്ഷെ അതിന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയല്ല കേട്ടോ, ഡിഫറെന്റ് ആണ്. ഓക്കെ, I want to talk to you. I want to talk to you. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടതുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണം. I want to talk to you. I want to talk to you. Next ചെയ്താ come what me, let's go. Come what me, let's go.
Please keep me informed. Please keep me informed. Come what may, let's go means വരുന്നത് വരട്ടെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് പോകാം എന്നാണ് കേട്ടോ. നിങ്ങൾ മീനിങ് എഴുതിക്കോളും. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. Come what may, let's go. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. Then please keep me informed. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. Please keep me informed. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. It's none of your business. It's none of your business. Mind your own business. Mind your own business. Don't interfere in my personal matters. Don't interfere in my personal matters. It's none of your business. ഇത് നീ എവിടേണ്ട കാര്യമില്ല അല്ലെ. It's none of your business. Then അതുപോലെ തന്നെയാണ് mind your own business. നിന്റെ കാര്യം നോക്കൂ എന്ന രീതിയിലാണ് കേട്ടോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. Mind your own business. Then don't interfere in my personal matters means എന്റെ കാര്യത്തിൽ തലയിടരുത്. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ തലയിടരുത് അല്ലെങ്കിൽ ഇടപെടരുത് എന്ന രീതിയിലാണ് don't interfere in my personal matters എന്ന് പറയുന്നത് കേട്ടോ. I'm in a fix. ഞാൻ പെട്ടിരിക്കുകയാണ്. ഞാൻ പെട്ടൊരവസ്ഥയാണെന്നൊക്കെ പറയില്ലേ. ആ ഒരു മീനിങ് കേട്ടോ. I'm in a fix. I'm in a fix. Don't exaggerate. Don't exaggerate. പേടിപ്പിച്ച് പറയരുത്. Don't exaggerate. I suppose it could rain. മഴ പെയ്തേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. I suppose it could rain. മഴ പെയ്തേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. It should be pragmatic. It should be pragmatic. ഇത് പ്രായോഗികമാകണം. It should be pragmatic. ഇത് പ്രായോഗികമാകണം. I'm not particular about it. I'm not particular about it. എനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. You can select anything you like. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തിരഞ്ഞെടുക്കാം. You can select anything you like. It's warm here. It's warm here means ഭയങ്കര ചൂടാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ ചൂടാണ്. It's warm here. Hot എന്ന് പറയാം. It's warm എന്ന് പറയാം. Okay. Is it essential? ഇത് അത്യാവശ്യമാണോ? Is it essential? ഇത് അത്യാവശ്യമാണോ?
Don't find fault with others. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. It's a long time since I met you. It's a long time since I met you. ഒരുപാട് കാലമായി നിന്നൊന്ന് കണ്ടിട്ട്. It's a long time since I met you. ഒരുപാട് കാലമായി നിന്നൊന്ന് കണ്ടിട്ട്. It's days since she came here. It's days since she came here. It's months since she left us. It's weeks since I watched a movie. It's hours since I had anything. It's hours since I had anything. അപ്പോൾ it's a long time since I met you means ഒരുപാട് കാലം നിന്നെ കണ്ടിട്ട്. It's days since she came here. ഒരുപാട് ദിവസങ്ങളായി അവൾ ഇവിടുന്ന് പോയിട്ട്. അവളിവിടെ വന്നിട്ട്. Okay, പോയിട്ടുള്ള വന്നിട്ട്. It's months since she left us. ഒരുപാട് മാസങ്ങളായി അവൾ ഇവിടുന്ന് പോയിട്ട്. Okay. Then it's weeks since I watched a movie. ഒരാഴ്ചയായി ഞാൻ ഒരു മൂവി കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് ഒരാഴ്ചയായി. It's hours since I had anything. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു മണിക്കൂറുകളായി. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു മണിക്കൂറുകളായി എന്ന് പറയാം. ഓക്കെ. Don't flatter me. എന്നെ പുകഴ്ത്തരുത്. പുകഴ്ത്തുക എന്നാണ്. Don't flatter me. എന്നെ പുകഴ്ത്തരുത്. I'm not scared of you. I'm not scared of you. എനിക്കിതിനെ പേടിയില്ല. Okay. എനിക്കിതിനെ പേടിയില്ല. I'm not scared of you. You are driving me mad. നീ എന്നെ വട്ടുപിടിപ്പിക്കരുത്. നീ എന്നെ വട്ടുപിടിപ്പിക്കുന്നു. You are driving me mad. നീ എന്നെ വട്ടുപിടിപ്പിക്കുന്നു. You are driving me mad. Your advice makes me sick. Your advice makes me sick. എന്റെ ഉപദേശം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. Your advice makes me sick. Deliberately I did it. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. Okay. Deliberately I did it. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ് കേട്ടോ. Deliberately I did it. Don't pity me. എന്നോട് സഹതപിക്കരുത്. സഹതാപമാണ് കേട്ടോ. Pity means സഹതാപം. Don't pity me. I don't remember anyone in particular. I don't remember anyone in particular. എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. I don't remember anyone in particular. It depends on your
ഡിസിഷൻ ഡിപ്പെൻസ് ആണ് സി എക്സ്ട്രാ തേർഡ് വന്നതേ ഉള്ളൂ കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഡിസിഷൻ. ഇത് നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. I have to think it over. എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I have to think it over. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I'm on leave. ഞാൻ ലീവിലാണ്. Okay. I'm on leave. നമ്മൾ ലീവിലാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. I'm on leave. He is on leave. For today. Today I'm on leave എന്ന് പറയാം. I'm on leave today എന്ന് പറയാം. ഞാൻ ലീവാണ്. I'm on leave today. The other day I met him at Ernakulam. The other day I met him at Ernakulam. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ എറണാകുളത്ത് വെച്ച് കണ്ടു. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ അവനെ എറണാകുളത്ത് വെച്ച് കണ്ടു. I met him at എറണാകുളം. ഈ കെഎം എന്ന് ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാണേ. എറണാകുളം. Keep it intact. കേടുകൂടാതെ സൂക്ഷിക്കുക. Keep it intact. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I didn't notice. ഞാനത് ശ്രദ്ധിച്ചില്ല. I didn't notice. ഞാനത് ശ്രദ്ധിച്ചില്ല. Make yourself quiet at home. Make yourself quiet at home. സ്വന്തം വീട് പോലെ കരുതുക. Make yourself quiet at home എന്ന് പറയുമ്പോൾ സ്വന്തം വീട് പോലെ കരുതുക. ജസ്റ്റ് ഫ്രേസ് പോലെയാണ് കേട്ടോ. അതായത് കറക്റ്റ് ആ ഒരു സെന്റൻസിന്റെ മീനിങ് നോക്കിയത്. ഫ്രേസ്. ഓക്കെ, make yourself quiet at home. സ്വന്തം വീട് പോലെ കരുതുക. Please come around tonight. ഇന്ന് രാത്രിയോട് കൂടി വരാം. ഏകദേശം ഇന്ന് രാത്രിയോട് കൂടി വരൂ എന്ന് പറയുന്നതാണ് കേട്ടോ. Please come around tonight. ഏകദേശം ഇന്ന് രാത്രിയോട് കൂടി വരൂ. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. I have no desire to do it. I'm determined to do it. ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. I'm determined to do it. ഓക്കെ, ഏകദേശം കുറച്ചെങ്കിലും ഞാൻ തന്നിട്ടുണ്ട്. ഒരുപാട് ഉണ്ട് ഇല്ലെന്നല്ല, എന്നാൽ കുറച്ചധികം കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നോട്ട് എറ്റ് മീൻസ് ഇതുവരെ ഇല്ലാന്നാണ് കേട്ടോ. നോട്ട് എറ്റ്, നോട്ട് എറ്റ്, ഇതുവരെ ഇല്ല. നോട്ട് എറ്റ് മീൻസ് ഇതുവരെ ഇല്ല എന്നൊരു മീനിങ് ആണ് കേട്ടോ. Not yet. അങ്ങനെയാണ്. Not yet. Not yet means ഇതുവരെ. Not yet ആണെങ്കിൽ ഇതുവരെ ഇല്ല എന്നൊരു മീനിങ് ആണ് കേട്ടോ വരാം.
നെവർ ഷാൽ ഐ ഫോർഗെറ്റ് ഇറ്റ്. ഞാനിത് ഒരിക്കലും മറക്കില്ല. നെവർ ഷാൽ ഐ ഫോർഗെറ്റ് ഇറ്റ്. It was rather unexpected. ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. It was rather unexpected. ഇത് വളരെ പ്രതീക്ഷിതമായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഞാൻ പറയാം. കുറച്ചുകൂടെ പറ്റുകയാണെങ്കിൽ മാത്രം കേട്ടോ, സമയം അനുസരിച്ചിരിക്കും. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. സൈൻ ഔട്ട് ഉണ്ടോ? ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്തിട്ടില്ല, സൈൻ ഔട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. സൈൻ ഇൻ ചെയ്താണോ? ചെയ്തായിരുന്നു മാം കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയും. താങ്ക് യു മാം. ഇന്ന് കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസ് പറഞ്ഞു തന്നു, എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ട്. താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കൂടി പറഞ്ഞു തരണം. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് കോൺടെക്സ്റ്റ് ആയിരിക്കും. 12 മണിക്കാണ്. ആരും മറക്കണ്ട, ഇൻഫർമേഷൻ വരും. എല്ലാവരും ജോയിൻ ചെയ്യുക. അത്യാവശ്യം നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, മറക്കരുതേ. സോ താങ്ക് യു ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.